ഈ അപകടത്തെക്കുറിച്ച് മന്ത്രി പറഞ്ഞൊരു പരാമർശം വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു. കുട്ടി അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി എന്ന അതെ, ശരിയാണ്. അങ്ങനെ പറയരുതായിരുന്നു. പക്ഷെ കുഞ്ഞതിന്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായും സ്കൂളുകളിൽ ഇത്തരത്തിൽ അപകടകരമായ സാധനങ്ങൾ സൂക്ഷിക്കാതിരിക്കുക, അല്ലെ ഈ കോർണർ പോലെ മൂലയുള്ള അപകടം ഉണ്ടാക്കുന്ന സാധനങ്ങൾ പോലും ഇല്ലാതെ പല സ്കൂളുകളും ശ്രദ്ധിക്കുമ്പോൾ അത് കുട്ടികളാകുമ്പോൾ അങ്ങനെ പെരുമാറും എന്ന് ചിന്തിച്ചായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത്? അതിനുശേഷം അതെ, കുട്ടികൾ ഒരു പക്ഷേ അത് വന്നപ്പോ അവിടെ ഇത് നടക്കും. അതെ, ഇത്തരത്തിലുള്ള വലിയ സങ്കടകരമായ സംഭവം ഉണ്ടായിരിക്കും. മന്ത്രി ഇങ്ങനെ ഡാൻസ് ചെയ്യുമെന്നും പറഞ്ഞ് വലിയ ഇല്ല, ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഏകദേശം മന്ത്രിസഭ കഴിഞ്ഞ് പെട്ടെന്ന് എറണാകുളത്തിന് തിരിഞ്ഞ് ഞാൻ വാർത്തയൊന്നും കേട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റേജിൽ കയറിയപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. ഏത് വാക്കുകൾ എവിടെ പറയണം എന്നുള്ളൊരു സാമാന്യ ബോധം എല്ലാവർക്കും ഉണ്ടാകണം. അത് മന്ത്രിയായാലും സാധാരണ ജനമായാലും അത് ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇന്നലെ മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു വനിതാ സംഗമത്തിൽ വെച്ചാണ് ആ ഒരു കാര്യം പറയുന്നത്. വേണമെങ്കിൽ ആ വിഷയം പ്രതിപാദിക്കാതെ കാര്യങ്ങൾ അവിടുത്തെ വനിതാ സംഗമത്തിന്റെ കാര്യം പറഞ്ഞ് ആ വിഷയങ്ങൾ അവസാനിപ്പിക്കാമായിരുന്നു. മന്ത്രി തന്നെയാണ് ആ പ്രസംഗത്തിൽ, മറ്റൊരു മാധ്യമപ്രവർത്തകരോ മറ്റാരും ചോദിച്ച ഒരു വിഷയമല്ല. മന്ത്രി തന്നെയാണ് ആ വിഷയത്തിൽ ഇടപെടുകയും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത്. കുഞ്ഞ് മുകളിലേക്ക് വലിഞ്ഞു കയറി ആ മരണം സ്വയം മരിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാഖ്യാനമൊക്കെ തന്നെയാണ് അതിനകത്ത് മന്ത്രി നൽകുന്നത്. പക്ഷേ അങ്ങനെയല്ല, കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആ കുഞ്ഞിന്റെ ചെരുപ്പ് മുകളിലേക്ക് പോയി. ആ വീട് കാണുമ്പോൾ അറിഞ്ഞൂടെ, ഒരു വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുടുംബാംഗമാണ്. അവൻ ആ ചെരുപ്പ് പോകുന്നത്, ആ ചെരുപ്പ് നഷ്ടമാകുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് ആ കുഞ്ഞിന് അറിയാം. ആ ചെരുപ്പ് എങ്ങനെയും എടുക്കണം, അല്ലാത്ത പക്ഷം താൻ ചെരുപ്പില്ലാതെ നടക്കേണ്ടി വരും. അത് അച്ഛന് ജോലിയില്ലാത്ത സമയമാണ്, അതുകൊണ്ട് തന്നെ പുതിയൊരു ചെരുപ്പ് വാങ്ങിക്കാനൊന്നും പണം ഉണ്ടാകില്ല. അമ്മ വിദേശത്തേക്ക് പോയത് അവിടുത്തെ വീട്ടുജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി. അവിടെ കുവൈറ്റിലാണ് അവർക്ക് ജോലി ഉള്ളത്. കുവൈറ്റിലെ ഒരു കുടുംബത്തിന്റെ വീട്ടുജോലി ചെയ്യാൻ വേണ്ടിയാണ് അമ്മ പോയത്. ആ കുടുംബത്തിന് എത്രത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും ആ വീട്ടമ്മ അത്രയും 2 കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് 6ലും 8ലും പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളെ നാട്ടിൽ സ്വന്തം ഭർത്താവിൻ്റെ അമ്മയ്ക്കൊപ്പം വിട്ട് ഭർത്താവിനൊപ്പം വിട്ട ശേഷം അവർ വിദേശത്തേക്ക് പോയി ജോലി ചെയ്യണമെങ്കിൽ, വീട്ടുജോലിക്കായി പോകണമെങ്കിൽ എത്രത്തോളം ആ കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു അമ്മയുടെ മകൻ മരിച്ച് ഇങ്ങനെ വിറങ്ങലിച്ച മോർച്ചയിൽ കിടക്കുമ്പോഴാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. പറഞ്ഞ വാക്കുകളാണ്. നേരത്തെ കഴിഞ്ഞ കോട്ടയത്ത് അപകടമുണ്ടായ സമയത്ത് മുഖം രക്ഷിക്കാൻ വേണ്ടി മന്ത്രി വി എൻ വാസവനും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആൾക്കാർ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ഒരു വലിയ നഷ്ടത്തിന് മേലെ, മരണത്തിന് മേലെ സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാനോ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനോ ഉള്ള ഈ ശ്രമങ്ങളെ എങ്ങനെയാണ് കണ്ണൻ നമ്മൾ കമ്മ്യൂണിസം എന്നോ സോഷ്യലിസം എന്നോ വിളിക്കുന്നത്? പക്ഷെ അവരിപ്പോഴും ഇതിനെ, ഈ കാലഹരണപ്പെട്ട സംവിധാനത്തെ അങ്ങനെ തന്നെ പേരിട്ട് വിളിക്കുന്നു എന്നതാണ് നിർഭാഗ്യകരം.